ചാവക്കാട് കോൺഗ്രസ് പ്രവർത്തകൻ ഹനീഫയുടെ കൊലപാതകത്തിന് പിന്നിൽ മന്ത്രി സി.എൻ. ബാലകൃഷ്ണനും മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഗോപപ്രതാപനുമാണെന്ന് കാണിച്ച് ഉമ്മ ആയിഷ ബീവിയുടെ പരാതി. സി.എൻ. ബാലകൃഷ്ണനെയും ഗോപപ്രതാപനെയും എതിർക്കാനായോടാ എന്ന് വിളിച്ചു പറഞ്ഞായിരുന്നു അക്രമി സംഘം ഹനീഫയെ കുത്തിവീഴ്ത്തിയത് എന്ന് സംഭവത്തിന്റെ ദൃക്സാക്ഷി കൂടിയായ ആയിഷ ബീവിയുടെ പരാതിയിലുണ്ട്. പോലീസ് പ്രതികളെയും ഗൂഢാലോചനക്കാരെയും സംരക്ഷിക്കുകയാണെന്നും പരാതിയിൽ പറയുന്നു. ആയിഷ ബീവി ഡിജിപിക്ക് നൽകിയ പരാതിയുടെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു. കഴിഞ്ഞ 7 രാത്രി 9:30 എബി റോഡിലെ വീട്ടിലെത്തിയ അക്രമി സംഘം ആയിഷാബിയുടെ കൺമുന്നിലിട്ടാണ് ഹനീഫയെ കുത്തിവീഴ്ത്തുന്നത്. കൊലപാതകത്തിന് പിന്നിൽ ഗോപപ്രതാപന്റെ പങ്ക് തെളിയിക്കുന്ന വിവരങ്ങൾ ഡിജിപിക്ക് നൽകിയ കത്തിലുണ്ട്. ഹനീഫ കൊല്ലപ്പെടുന്നതിന്റെ തലേദിവസം ഗോപപ്രതാപൻ വീട്ടിലെത്തിയിരുന്നു. ഈ സമയം ആയിഷാബി മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ഹനീഫയെ തിരക്കിയായിരുന്നു ഗോപപ്രതാപൻ എത്തിയത്. പരുഷമായ ഭാഷയിലാണ് ഗോപപ്രതാപൻ തന്നോട് സംസാരിച്ചതെന്ന് കത്തിൽ പറയുന്നു. പല കാര്യങ്ങളിലും ഹനീഫ തനിക്ക് എതിർ നിൽക്കുന്നുണ്ടെന്നും തന്നോട് കളിച്ചാൽ അവൻ ഈ ഭൂമിയിൽ ഉണ്ടാകില്ലെന്നും ഗോപപ്രതാപൻ ഭീഷണിപ്പെടുത്തി. ഹനീഫയെ കൊല്ലുന്നതിന് മുമ്പ് 1-ാം പ്രതിയായ ഷമീർ പറഞ്ഞ വാക്കുകളാണ് മന്ത്രി സി.എൻ. ബാലകൃഷ്ണന് ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന ആരോപണത്തിന് ശക്തി പകരുന്നത്. ഗോപപ്രതാപനും സി.എൻ. ബാലകൃഷ്ണനുമെതിരെ നിൽക്കാനായോടാ എന്ന് ആക്രോശിച്ചായിരുന്നു ഷമീർ ഹനീഫയെ കുത്തിവീഴ്ത്തുന്നത്. പ്രതികളെയും ഗൂഢാലോചനക്കാരെയും പോലീസ് സംരക്ഷിക്കുകയാണെന്നും പരാതിയിൽ പറയുന്നു. ഇന്ന് ഹനീഫയുടെ വീട് സന്ദർശിക്കുന്ന മുഖ്യമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും മുന്നിൽ ആയിഷാബിയും ബന്ധുക്കളും പരാതി ആവർത്തിക്കും. മകന്റെ മരണത്തിന് സാക്ഷിയാകേണ്ടി വന്നതിന് ശേഷം ബോധരഹിതയായ ആയിഷാബി കഴിഞ്ഞ ദിവസമാണ് ആശുപത്രിയിൽ നിന്നും വീട്ടിലെത്തിയത്. റിപ്പോർട്ടർ, തൃശൂർ.